ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മുടെ ഒപ്പം വെർച്വലി പ്രസന്റ് ആയിട്ടുള്ളത് അജ്മീർ റഷീദ് ആണ്. സോ അജ്മീർ റഷീദ് നമ്മുടെ ഒരു ക്ലയന്റ് ആണ്. ആളുടെ ഫസ്റ്റ് അറ്റംപ്റ്റില് ഇവിടെ തന്നെ ഫസ്റ്റ് പഠിച്ച് എൻക്ലെക്സാറിന് പാസ് ആയിട്ടുള്ള ആളാണ്. സോ ഹലോ അജ്മി എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ എൻക്ലെക്സാറിന്റെ റിസൾട്ട് കണ്ടപ്പോ? ഭയങ്കര ഷോക്ക്ഡായിരുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര പാനിക് ആയിരുന്നു. എനിക്ക് കിട്ടുമോ കിട്ടത്തില്ല, എന്നാലും മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, കിട്ടും. അത്രയ്ക്ക് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ആ ഡേ തന്നെ എക്സാം എഴുതി ആ ഡേ തന്നെ എനിക്ക് റിസൾട്ട് വന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള എക്സാമിനെ പോലെ സിമ്പിൾ എന്ന് പറയുന്നത് അതേ അല്ല നമ്മുടെ എൻക്ലെക്സാറിന്റെ എക്സാം. എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പാസ്സാവാൻ പറ്റിയത്. അത്രയ്ക്കും സപ്പോർട്ടീവ് ആയിരുന്നു. അത്രയ്ക്ക് നല്ലപോലെ എനിക്ക് പഠിക്കാൻ പറ്റിയതും എല്ലാം. കാരണം ഞാൻ 2024 പാസ് ഔട്ട് ആയതാണെങ്കിലും നമുക്ക് തിയറി ഒന്നും പെട്ടെന്ന് നമുക്ക് അതിനെ കിട്ടത്തില്ല. ബേസിക്കലി എനിക്ക് ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ ഭയങ്കര ടഫായിരുന്നു. എജുവിന്റെ ആ ക്ലാസ്സിലാണ് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് അത് പഠിക്കാൻ പറ്റി. നമുക്ക് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ്, ഏതാണ് കുറച്ചുകൂടി ചെയ്യേണ്ടത്. ക്ലാസ്സിൽ എങ്ങനെയാണ് നഴ്സിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മാഡംസ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്, അതുപോലെ കാര്യം നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്. ആക്ച്വലി ആ ഒരു 4 വർഷത്തെ കോഴ്സ് 4 മാസം കൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റി. നല്ല രീതിയിൽ ഓരോ ടോപ്പിക്കും ഒപ്പം ഓരോ സിസ്റ്റം ആണെങ്കിലും ഇപ്പോൾ അതിന്റെ ഓരോ അഡ്വേഴ്സ് എഫക്റ്റ് ആണോ, അപ്പം ഓരോ കോൺട്രാ ഇൻഡിക്കേഷൻസ്, അതിന്റെ എന്താണ് ഇൻഡിക്കേഷൻസ്, അങ്ങനെയൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കാൻ പറ്റിയത്. ഇവിടുന്ന് യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സ് ആണ് ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ എനിക്കത് മറക്കാൻ പറ്റത്തില്ല. കാരണം ആ ഓരോ വാക്കുകളും ഇപ്പോഴും നമുക്ക് നല്ലപോലെ തന്നെ മൈൻഡ് സെറ്റിലുണ്ട്. ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സത്യത്തിൽ ഞാൻ ഷോക്ക് ആയിട്ടുണ്ട്. ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ നമുക്ക് ഇത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ വീണ്ടും എത്ര വേണം ഒരു മടിയില്ലാതെ ടൈം പോകുന്നു അങ്ങനെ ഒരു ഇതില നമുക്ക് നല്ലപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ മൊത്തത്തില് ഭയങ്കര ഹാപ്പിയാണ് റിസൾട്ട് കണ്ടതിലൊക്കെ. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു റിസൾട്ട് കണ്ടപ്പോ? അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ എല്ലാരെക്കാളും ഷോക്ക് ആയത് എന്റെ ഫ്രണ്ട്സാ. എൻക്ലെക്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, എല്ലാവർക്കും അറിയാം. നമ്മളങ്ങനെ വിചാരിക്കുന്നില്ല. ഞാനാണെങ്കിൽ മാറ്റി വെച്ച എക്സാം ആണ് സത്യം പറഞ്ഞ എൻക്ലെക്സ് ആർ. എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എൻക്ലെക്സ് ആറിന് എഴുതി പാസ്സായ ഒരു സ്റ്റുഡന്റ് ഞാനാണ്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കണ നമ്മളും എഫേർട്ട് ഇട്ട് ഒരാൾ അതിനെ സപ്പോർട്ട് ചെയ്തും കൂടി നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു മനസ്സിലൊരു സന്തോഷമുണ്ട്. അത് നല്ലോണം കിട്ടിയല്ലേ? നല്ല പോലെ കിട്ടി. പുറകിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നത് വളരെ വളരെ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് എങ്ങനെയാ പഠിക്കേണ്ടത്, എന്താണ് ഇതിന്റെ ബേസിക് എന്താണ് എന്നൊക്കെ. പക്ഷെ നമുക്ക് തുടങ്ങുമ്പോഴേ ജസ്റ്റ് അങ്ങ് പഠിപ്പിച്ച് പോകുമല്ലായിരുന്നു. നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും, ഇതിന്റെ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ പഠിച്ചാൽ ശരിയാവും. പിന്നെ എപ്പോഴും പറയും നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നമ്മുടെ സപ്പോർട്ടും ഉണ്ട്, കൂടാതെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ടും കൂടി കിട്ടാൻ നമുക്ക് എന്തായാലും പാസ്സാവുന്ന മേഡം നന്നായിട്ട് എപ്പോഴും പറയുമായിരുന്നു. അവിടുത്തെ ആ നോട്ടും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നോട്ട്സ് ഒക്കെ ചിലതൊക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കുമോ ഇതൊക്കെ അന്നിരുന്ന് പഠിച്ചത് എന്ത് ഇതായിരുന്നുള്ളത്. എനിക്കാണെങ്കിൽ നോട്ട്സ് എഴുതാൻ ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ ഭയങ്കര പാടായിരുന്നു. കോഡ് സെക്ഷൻസ് ഉണ്ടായതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്കത് ക്ലാസ് വന്ന് കേൾക്കാൻ പറ്റും. ഒരുപാട് അങ്ങനെ നോട്ട്സ് ഇല്ലാത്ത കൂട്ട് നല്ല നോട്ട്സ് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എന്താണ്, അതിൽ എൻക്ലെക്സിന് മെയിൻ ആയിട്ട് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം അവരത് കൃത്യമായിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കണ്ടീഷൻ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കത് കയറിക്കോളും. ഓരോ ടോപ്പിക്കിന്റെ താഴെയും എൻക്ലെക്സിന് അതിനേറ്റവും കൂടുതൽ വരുന്നത് എന്ത് പോയിന്റ് ആണെന്നുള്ളത് അത് മെൻഷൻ ചെയ്തേക്കും. എൻക്ലെക്സ് റിലേറ്റഡ് ടോപ്പിക്കുന്നോ അല്ലെങ്കിൽ എൻക്ലെക്സ് ഫേവറേറ്റ് ടോപ്പിക്കുന്നോ ഉള്ളത് നമുക്കത് മെൻഷൻ ചെയ്തേക്കും. അപ്പൊ അതുകൂടി നമ്മൾ കണ്ടു നോക്കി പോകുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിന് കിട്ടും, ഓ ഇത് അന്ന ടോപ്പിക്കിനായിരുന്നല്ലോ എന്നുള്ളത്. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ അജ്മീലേക്ക് വർക്കിന്റെ ഇടയിലാണല്ലോ ഇത് പഠിച്ചു പോയിരുന്നതും. അപ്പൊ എങ്ങനെ ടൈം ഹാൻഡിൽ ചെയ്തു? അപ്പൊ കുറെ പേരുണ്ട്, അയ്യോ ഞാൻ വർക്കിംഗ് ആണ്, അപ്പൊ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് വന്ന് പഠിക്കലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അജ്മീൻ ഇതേപോലെ തന്നെ ഒരു പഠിപ്പ് കഴിഞ്ഞു, ഒരു കോഴ്സ് കഴിഞ്ഞു, ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പഠിക്കുന്നത്. അജ്മിക്കും ഇതേപോലെ തന്നെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അജ്മി ആ ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് തീർന്ന മറികടന്ന് ആ ഒരു സക്സസ് നേടിയ ഒരാളാണ്. അങ്ങനെ ഉള്ള നിലയിൽ അജ്മിക്ക് എന്താ ഇങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഞാൻ ന്യൂറോ ഐസിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ ഓരോ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്കും ആദ്യം നല്ല പാടായിരുന്നു. പക്ഷേ മാക്സിമം എനിക്ക് നൈറ്റ് 9 മണിക്കായിരുന്നു ക്ലാസ് വരുന്നത്. നമുക്ക് സമയം മാറ്റി വെക്കാൻ കിട്ടും. നമുക്ക് വേണ്ടി നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് കഷ്ടപ്പെടാൻ റെഡി ആവുകയാണെങ്കിൽ അങ്ങനെ ഗ്യാപ്പ് ഒന്നൊരു പ്രശ്നമേ അല്ല. ആക്ച്വലി ഞാൻ നല്ല ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ എജുവിന്റെ തന്നെ എന്നെക്കാളും ഒത്തിരി ഏജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് പാസ്സായി ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഭയങ്കര ഷോക്കടന്നു. ഇത്രയും വർഷം എടുത്തിട്ട് ആ ആള് പാസ്സായല്ലോ, അപ്പൊ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല, നമുക്കും പറ്റും എന്നൊരു തോന്നലായിരുന്നു. റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടല്ലോ കുഴപ്പമില്ല, എന്നാലും മാക്സിമം മാഡം എപ്പോഴും പറയായിരുന്നു
നിങ്ങൾ ക്ലാസ്സിന് കയറണമെന്ന്. ക്ലാസ് കേൾക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. ക്ലാസ് കേട്ട് അറ്റൻഡൻസും എടുക്കും. നമ്മൾ ഉണ്ടോ ഇല്ലെന്ന് അറിയുമ്പോൾ അതൊരു വലിയ നമുക്കങ്ങനെ അങ്ങനെ വെളി വന്നിട്ടുണ്ടോ ക്ലാസ് കയറാന്നിരുന്നപ്പോ? 2 ദിവസം എവിടെ ആയിരുന്നു ജിമ്മി, നൈറ്റ് ആയിരുന്നോ അല്ലെങ്കിൽ എന്താ ഡ്യൂട്ടിയാണ്, എന്ത് പറ്റിയിടാ, വയ്യായിരുന്നു എന്ന് മാഡം എന്തായാലും ചോദിക്കും. പറയും മാഡം നൈറ്റ് ആയപ്പോ പറയും എടാ അടുത്ത ക്ലാസ്സിന് മുമ്പ് ആ റെക്കോർഡ് സെഷൻ കേട്ടേക്കണേ, എന്നാലും നമുക്ക് ഇതിനെ കണ്ടിന്യൂഷൻ കിട്ടുള്ളതും പറയും മാഡം. അപ്പൊ നമുക്ക് കേൾക്കണമെങ്കിൽ വീണ്ടും അത് തന്നെ കേൾക്കണമെങ്കിൽ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനും നമുക്ക് അതിന് റെക്കോർഡ് സെഷൻ ഉണ്ട്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. ആ ക്ലാസ് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും അർജന്റ് ആയിട്ട് പോകേണ്ടി വന്നാലും നമുക്ക് അടുത്ത ദിവസം അതിന്റെ 10 മണിയാകുമ്പോഴേ അതിന്റെ റെക്കോർഡ് സെഷൻ നമുക്ക് കിട്ടും. നമുക്ക് ഇരുന്ന് കേൾക്കാം, നോട്ട്സ് എഴുതാം. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാസ് മിസ് ഔട്ട് ആയെങ്കിൽ ഈ ഒരു പോർട്ടൽ ആക്സസ് അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് സെഷൻസ് ആ റിവൈസ് ചെയ്ത് പോവാനും ക്ലാസിന്റെ കണ്ടിന്യൂറ്റി കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു അല്ലെ? നല്ലപോലെ ഹെൽപ്പ് ചെയ്തിരിക്കും. നമുക്കത് എനിക്കാണെങ്കിൽ മിക്കപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഈ നഴ്സുമാരായത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അയ്യോ ആ ക്ലാസ് മിസ്സായല്ലോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. മിക്ക ദിവസം തന്നെ അത് കറക്റ്റ് ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ റെക്കോർഡ് ആക്സസ് കിട്ടും. മാഡം പഠിപ്പിക്കുമ്പോൾ തന്നെ എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് തെറ്റി, എന്താണ് നമുക്ക് ഇവിടെ പറ്റിയത്, നമ്മൾ എന്താണ്, നമ്മൾ ഇച്ചിരി നേരത്തെ കയറി ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമ്മളെ മാഡം ഇത് തന്നെയാണെന്ന് പറയും. പക്ഷെ മാഡത്തിന് അറിയാം അത് ആൻസർ അല്ല. എന്നാലും മാഡം നമ്മളൊന്നും പറയത്തില്ല, മാഡം അത് ആൻസർ ചൂസ് ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് എവിടെ തെറ്റിയെന്നുള്ളത് മാഡം നമുക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തരാം. 7-8 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ കേസ് സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കേട്ടിട്ട് ആ ക്വസ്റ്റ്യൻ മാഡം ചെയ്യിപ്പിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അത് നമുക്ക് റെക്കോർഡ് സെഷനിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇത് കേൾക്കാനും പറ്റും. അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എവിടെയാണ് തെറ്റിയത്, ഏത് പോയിന്റ് ആണ് നമുക്ക് കിട്ടാഞ്ഞത്, എല്ലാം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ നമ്മുടെ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ജസ്റ്റ് ക്ലാസ് മാത്രമായിരുന്നു, അല്ല ടോപ്പിക്സ് മാത്രം ഇങ്ങനെ കവർ ചെയ്ത് പോവായിരുന്നു, അതോ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരുന്നോ? മാഡംസ് പൊതുവെ നോട്ട്സും അങ്ങനെ ക്ലാസ്സസ് മാത്രമായിട്ടല്ല നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് മക്കളടുത്ത് എങ്ങനെയാണ് സംസാരിക്കണത് അതുപോലെ തന്നെയാണ് മാഡംസ് നല്ലപോലെ സംസാരിക്കുന്നത്. അങ്ങനെ പോലെ ഓരോ ടോപ്പിക്സ് പറഞ്ഞു തരും. എത്ര വേണോ നിങ്ങൾ ചോദിച്ചോ, ഏത് ടൈമിന് വേണോ നിങ്ങൾ ഡൗട്ട് ചോദിച്ചോ, ഞാൻ എന്തായാലും എന്നാ അവൈലബിൾ ആണെങ്കിൽ എന്തായാലും പറഞ്ഞു തരും. എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഓൺലൈൻ ആണെങ്കിലും നമ്മൾ എല്ലാവരും ഒന്നിച്ചുണ്ട് എന്നുള്ള രീതിയിലാണ് മാഡംസ് നമുക്ക് ഓരോ ടോപ്പിക്ക് പറഞ്ഞു തരുന്നത്. ഓൺലൈൻ ക്ലാസ്സിന്റെ ലാസ്റ്റ് സെക്ഷൻ എത്തുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഉണ്ട്. ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരുത്തരുടെ ആൻസർ ചോദിക്കും. ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് പറയാൻ പറ്റത്തില്ല. ഒരു 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ചോദിക്കും. അപ്പൊ നമ്മുടെ ചോദിക്കും എന്താണ് അത് ചൂസ് ചെയ്തതെന്ന് ചോദിക്കും. ആൻസർ അറിയത്തില്ല, ആൻസർ ലാസ്റ്റ് നമുക്ക് പറയത്തില്ല. നമുക്ക് തെറ്റാണെങ്കിലും മാഡം പറഞ്ഞു തരും, എടാ ഇതേ നമ്മൾ സെലക്ട് ചെയ്യാവൂ, എൻഗ്ലക്സിന്റെ ബേസ് ഇതാണ്, ഇതാണ് നമ്മളടുത്ത്, ഇതാണ് നമുക്ക് പ്രാധാന്യമായിട്ടുള്ളത് എന്നുള്ളത് മാഡം നല്ല രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മുടെ ആൻസർ തെറ്റുമ്പോൾ എനിക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് മാഡത്തിന് അയച്ചു കൊടുക്കും. 10-15 മിനിറ്റ് ലാഗോ അല്ലെങ്കിൽ 30 മിനിറ്റ് ലാഗോ എടുത്തിട്ട് മാഡം പെട്ടെന്ന് തന്നെ റിപ്ലൈ ഇട്ടുതരും. എന്നിട്ടാ ഇങ്ങനെയാണ് ഇത് വന്നത്, ഇതാണ്, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് മാഡം നമുക്ക് നല്ലപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ നമുക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു. മാഡത്തിന് മനസ്സിലാവുമല്ലോ, പഠിപ്പിക്കുന്ന ഒരാൾക്ക് ഒരു അധ്യാപകൻ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇന്ന കുട്ടിക്ക് ഇതാണ് അവർ ചോദിച്ചത് നമുക്ക് മനസ്സിലാവുമല്ലോ. ചിലവർക്ക് 2 വട്ടം പറഞ്ഞു കൊടുത്താലായിരിക്കും മനസ്സിലാവുക, ചിലവർക്ക് 1 വട്ടം പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഗ്രാസ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ? മാഡം അത് നല്ലപോലെ പറഞ്ഞു തരും. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ക്ലാസ് തീർത്തിട്ട് പോകണം, അങ്ങനത്തെ ഇത്ര സമയമേ ഉള്ളൂ, ഇത്ര ടോപ്പിക് കവർ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മളെല്ലാം നഴ്സിംഗിന് പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നതുകൊണ്ട് എൻഗ്ലക്സിന് നമുക്ക് പഠിക്കാൻ പറ്റൂല. ഭയങ്കര ഡീപ്പാണ്. നമുക്ക് തിയറി പഠിച്ചെടുക്കുന്ന ഒരു ഇതേ അല്ല. നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം മാഡം എല്ലാം പറഞ്ഞു തരും. അതിന്റെ കൂടെ എൻഗ്ലക്സിനോട് വേണ്ടത് മാഡം നമുക്ക് നല്ലപോലെ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം പാസ്സാകാൻ പറ്റത്തുള്ളൂ. അതുപോലെ അത് വേണം. നമ്മൾ സാധാ തിയറി പഠിക്കുന്ന കൂട്ടൊരു പഠിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. സാധാ ഒരു റൈറ്റിംഗ് എക്സാമോ അല്ലെങ്കിൽ നോർമൽ ഒരു എക്സാം പോലുള്ള എക്സാം അല്ല. അപ്പൊ അത് നല്ലപോലെ അത് അറിയാവുന്ന ഒരാൾ നമുക്ക് നല്ലപോലെ അത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ അതപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്കിങ്ങും വേണം, പ്രാർത്ഥിക്കുകയും വേണം. നമുക്ക് അതുകൂടി മതി. ബാക്കി നമുക്ക് എന്തായാലും കിട്ടും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും. എൻഗ്ലക്സ് എന്താണ് നിങ്ങൾ അറിഞ്ഞിട്ടാണോ, എൻഗ്ലക്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അങ്ങനെ മാഡം ചോദിക്കണം. നമുക്ക് നല്ലപോലെ പറഞ്ഞു തരും ഇന്നതാണ് എൻഗ്ലക്സ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടാണ്, നമുക്ക് കിട്ടുമോ, നമുക്ക് പാടല്ലേ മാഡം എന്ന് ചോദിക്കുമ്പോൾ മാഡം നമുക്ക് നല്ലപോലെ പറഞ്ഞു തരും. ഇവിടെ ഇന്നതാണ്, ഇന്ന രീതി നമുക്ക് ട്രൈ ചെയ്ത് എന്തായാലും കിട്ടും. മാഡത്തിന് ഇന്ററാക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ക്ലാസ്സിൽ ആരും അങ്ങനെ മിണ്ടാതിരിക്കത്തൊന്നുമില്ല. സൗമ്യമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലായി. ചിലപ്പോൾ നമുക്ക് ചമ്മലാക്കി തെറ്റിയല്ലേ ഇനി എന്ത് പറയും. മേഡം അങ്ങനെ പറയട്ടെ, നിനക്ക് എന്താ തോന്നിയത്, നിനക്ക് എന്താ തെറ്റി നീ പറ, അതുപോലെ പറയാൻ പറയും. നേരിട്ട് ക്ലാസ് എടുക്കുന്നതും വെർച്വലി എടുക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ ആ ഒരു നേരിട്ടുള്ള ഒരു എഫക്റ്റ് തന്നെ വെർച്വലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സസ് എല്ലാം. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മളെ ക്ലാസ് ഇരിക്കുവാന്ന് തോന്നുന്നു. കാരണം നമ്മള് ക്ലാസ്സിൽ പഠിക്കുമ്പോ സാധാ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ വരിക, ക്ലാസ് എടുക്കുക, പോകുക, നമുക്ക് അങ്ങനല്ലേ തോന്നുന്നത്. നമുക്ക് എന്തുടായ്പും കാണിക്കാം അങ്ങനെയൊക്കെ വിചാരിക്കത്തില്ല. കാരണം ക്യാമറ ഓൺ ആക്കണ്ട,
വീഡിയോ ഓഡിയോ ഓൺ ആക്കാണ്ട് ഒന്നുമില്ല. നമുക്ക് മേഡം പേര് വിളിക്കും, എവിടെ ആണെങ്കിലും ഇന്ന ആള് പറഞ്ഞ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഇവിടെ വന്നില്ലെങ്കിൽ നമ്മളെ തിരക്കുകയും ചെയ്യും, എവിടാണ്, എന്ത് പറ്റി, നമുക്ക് പേഴ്സണൽ മേഡത്തിന് പറയണം, പറഞ്ഞിട്ട് വേണം എനിക്ക് ഇന്ന പോലെ ഇന്ന് വരാൻ പറ്റത്തില്ലെങ്കിൽ പറയും, റെക്കോർഡ് സെഷൻ കേട്ടാൽ മതി, ഞാൻ ഇന്ന ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്തത്, നീ കേൾക്കുന്ന നിങ്ങൾക്ക് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നിട്ട് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒറിജിനലി ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. നോട്ട്സ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും മേഡം നമ്മളെ ശ്രദ്ധിക്കും. പിന്നീട് നമ്മളിത് പഠിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മേഡം ക്ലാസ്സിലുള്ള പല ടോപ്പിക്സും, എനിക്ക് ടഫായിട്ടുള്ള ടോപ്പിക്സ് ഞാൻ പിന്നെ ഇൻട്രസ്റ്റിന് പഠിക്കാനിരുന്ന് നമ്മൾ നോട്ട്സ് പഠിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. മേഡം അന്ന് ഇത് പറഞ്ഞായിരുന്നല്ലോ, അതിങ്ങനെയാണല്ലോ എന്ന് നമുക്ക് ഓർമ്മ വരും. അറ്റൻഷൻ ഓൺലൈൻ ആണെങ്കിലും ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു മേഡം, നല്ല പോലെ ഉണ്ടായിരുന്നു മേഡം. നമ്മളെ നല്ലപോലെ ശ്രദ്ധിക്കും. മേഡത്തിനും ആഗ്രഹമുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ പിള്ളേർ ജയിക്കണം എന്ന്. മേഡത്തിന് നല്ലപോലെ ഉണ്ട്. മേഡം അതുപോലെ നമ്മളെ പറഞ്ഞു തരും. നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മളൊരു ഡയറക്റ്റ് ക്ലാസ്സിൽ അങ്ങനെയാണ് ഇരിക്കും, നമുക്ക് ആ ഒരു ഫീലാണ്. നമുക്ക് ഇരിക്കുമ്പോൾ മേഡം ഓരോരുത്തരെ ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിൽ ചോദിക്കും. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്നയാളെ മാത്രമേ വിളിക്കൂ അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും ആൻസറും കേൾക്കും മേഡം. ഒരാളുടെ ആൻസർ ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ നിർത്തില്ല, എല്ലാവരുടെയും ചോദിക്കും. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ഇതായിട്ടല്ലേ, ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടല്ലേ. എന്റെ ആൻസർ ഇതായത് കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടാണെന്നുള്ള രീതിയിൽ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് ഇപ്പൊ അധികം പിടുത്തമില്ലാത്തതെന്ന് വെച്ചാൽ ആ ടോപ്പിക്ക് ഫോക്കസ് ചെയ്ത് അതിനെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടല്ലേ? നല്ലപോലെ ശ്രമിക്കാറുണ്ട്. ഡ്രഗ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അജ്മിക്ക് കിട്ടിയ ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ ഈ ഒരു NCLEX ട്രെയിനിങ്ങിന്റെ സർവീസ് അജ്മിന്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോ റെഫർ ചെയ്യുമോ? തീർച്ചയായിട്ടും റെഫർ ചെയ്യും. റെഫർ ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജും കോഴ്സ് ഇൻസ്റ്റാഗ്രാമില് വാട്സാപ്പില് എന്റെ ജൂനിയേഴ്സ് ആണെങ്കിലും എന്റെ സീനിയേഴ്സ് ആണെങ്കിലും ഇത് എവിടാ പഠിച്ചത്, കാരണം അവരെല്ലാം അത് എജുവിറ്റ് നല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇട്ടപ്പോഴേ പെട്ടെന്ന് അവര് കണ്ട് എനിക്ക് എല്ലാവരും മെസ്സേജ് അയച്ച് അവിടെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്, അങ്ങനെ 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ അവിടുത്തെ കൺസൾട്ടേഷന്റെ നമ്പരും അതെല്ലാം കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്. പലയിടത്തും 4 മാസത്തെ ക്ലാസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ 6 മാസത്തെ ക്ലാസ് ആണ്, എങ്ങനെയാ ഓൺലൈൻ മാത്രമാണോ അതോ എങ്ങനെയാണ് ഇവിടുത്തെ ഈ രീതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ നമുക്ക് റെക്കോർഡ് സെഷൻസ് ഉണ്ട്, അപ്പം എല്ലാവരും വർക്ക് ചെയ്യുന്നത്, അപ്പൊ എല്ലാവരും ടെൻഷൻ അയ്യോ എങ്ങനെ പഠിക്കും, 4 മാസം നീ എങ്ങനെ ഇരുന്ന് പഠിച്ചു എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പ് തരാം എന്തായാലും നിങ്ങൾ പാസ്. നമ്മളോട് ഹാർഡ് വർക്ക് ചെയ്യണം. 2 ഫ്രണ്ട്സ് ഇതുപോലെ അവര് കണ്ടപ്പോഴേ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. അന്ന് തന്നെ എന്റെ അടുത്ത് പറഞ്ഞു എടി ഞങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതുപോലെ എജുവിൻ്റെയായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ എന്റെ അടുത്തൂടെ പേഴ്സണലി ചോദിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പക്കയാണ്, നല്ലപോലെ പഠിക്കാൻ പറ്റും, നമുക്ക് എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും കാണത്തില്ല, നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ എജുവിനിലാണ് പഠിച്ച 4 മാസം ഇതുപോലെ കോഴ്സായിരുന്നു. നമുക്ക് 1 മാസത്തെ ഇതുണ്ട് റിവിഷൻ ക്ലാസ്, അത് അടിപൊളിയാണ്. എന്തായാലും ഇനിയിപ്പോ ഓൺലൈൻ മിസ്സായാലും എന്താണ് ആ ഒരു ജസ്റ്റ് ആ ഒരു റിവിഷൻ ക്ലാസ് കേട്ടാൽ തന്നെ നിനക്ക് എന്തായാലും നിനക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനുള്ള ഒരു ആക്സസും ഉണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് PDF നോട്ട്സും ഉണ്ട്. അത് നമുക്ക് എപ്പോൾ വേണേലും എത്തിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനും ഇല്ല, കാര്യങ്ങളില്ല, നമുക്ക് പഠിക്കാനും പറ്റും. നല്ലപോലെയൊക്കെ എല്ലാം ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് അജ്മിയുടെ? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കാനഡയാണ് നോക്കിയിരുന്നത്. ഞാൻ ആൽബർട്ടയാണ് നോക്കിയിരുന്നത്. NCLEX ആയിരുന്നു മെയിൻ. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ NCLEX ഉണ്ടെങ്കിലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. എവിടെ പോയിട്ടും അവിടുത്തെ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ NCLEX ആറിന് രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഇതായിരുന്നു നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. അത് അച്ചീവ് ചെയ്ത് ഇനിയിപ്പോ ഒരു ഇന്റർവ്യൂ കൂടി കിട്ടി, അതുകൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണെങ്കിൽ ഓക്കെ. ഞാൻ കാനഡയാണ് നോക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂവും കൂടി കിട്ടി നമ്മുടെ റിസൾട്ടും എല്ലാമായിട്ട് നല്ലൊരു തുടക്കം കാനഡയിൽ ഉണ്ടാവട്ടെ. ഈ ഒരു സക്സസ്സിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.